ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനെ തെരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവ് നാളെ മുതൽ വത്തിക്കാനിലെ ഡിസ്റ്റൈൻ ചാപ്പലിൽ തുടങ്ങുകയാണ്. സഭയുടെ 277ാമത് അധ്യക്ഷനെ തെരഞ്ഞെടുക്കാൻ വോട്ടവകാശമുള്ള കർദിനാൾമാരെ ഉപചാരപൂർവ്വം മാർപ്പാപ്പമാർ താമസിക്കാറുള്ള കാസ സാന്ത മാർത്തയിലേക്ക് മാറ്റിക്കഴിഞ്ഞു. പലതുകൊണ്ടും ചരിത്രത്തിലേറെ സവിശേഷതകളുള്ള മാർപ്പാപ്പ തെരഞ്ഞെടുപ്പാണ് ഇത്തവണ നടക്കാൻ പോകുന്നത്. പോപ്പ് ഫ്രാൻസിസ് വെട്ടിത്തുറന്ന പുതിയ പരിവർത്തനത്തിന്റെ പാതയിൽ കത്തോലിക്ക സഭ തുടരുമോ, അതോ പാരമ്പര്യ യാഥാസ്ഥിതികത്വത്തിന്റെ കടുപ്പത്തിലേക്ക് മടങ്ങുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. മാർപ്പാപ്പ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രപരമായ രഹസ്യാത്മകത, അതിൽ ഇടപെടാൻ ശ്രമിക്കുന്ന പലവിധ താല്പര്യങ്ങളൊക്കെ ഈ നിമിഷം ചർച്ചയാവുകയാണ്. RDX ഈ വിഷയം വിശദമായി പരിശോധിക്കുന്നു. ആദ്യം RDX റാപ്പ് 59 സെക്കൻഡിൽ. കത്തോലിക്ക സഭയുടെ 267ാമത് പരമാധ്യക്ഷനെ തെരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവ് സമാരംഭിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം. നാളെ കർദിനാൾമാർ വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ പ്രത്യേക ദിവ്യബലിയിൽ പങ്കെടുക്കും. അതിനുശേഷം സിസ്റ്റൈൻ ചാപ്പലിലെ മേൽക്കൂരയ്ക്ക് താഴെ പുതിയ പാപ്പയെ കണ്ടെത്താനുള്ള കൂടിയാലോചനകൾക്കും വോട്ടെടുപ്പിനുമായി അവർ ഒത്തുചേരും. പുതിയ പാപ്പയെ തെരഞ്ഞെടുക്കുന്ന കോൺക്ലേവിൽ 4 ഇന്ത്യൻ കർദിനാൾമാർക്കും വോട്ടവകാശമുണ്ട്. വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി പിയാദ്രെ പെരോളിൻ കോൺക്ലേവിന് നേതൃത്വം നൽകും. കർദിനാൾ ഡീക്കൻ ഡൊമിനിക് മാബർട്ടിയാണ് പുതിയ മാർപ്പാപ്പയെ പ്രഖ്യാപിക്കുക. നൂറ്റാണ്ടുകളുടെ ുള്ള ചടങ്ങുകളാണ് മാർപ്പാപ്പയുടെ തിരഞ്ഞെടുപ്പ്. ഭൂരിപക്ഷം ഉറപ്പിക്കും വരെ വോട്ടെടുപ്പ് എന്നതാണ് രീതി. വോട്ടെടുപ്പ് കഴിയുമ്പോൾ പുകക്കുഴലിലൂടെ ഉയരുന്നത് വെളുത്ത പുകയെങ്കിൽ വത്തിക്കാന് പുതിയ മേധാവിയായി കഴിഞ്ഞു എന്നർത്ഥം. കറുത്ത പുകയെങ്കിൽ ആർക്കും ഭൂരിപക്ഷമില്ലെന്നും. ആദ്യ ദിനം ഒരു റൗണ്ട് വോട്ടെടുപ്പാണ് സിസ്റ്റൈൻ ചാപ്പലിൽ നടക്കുക. വോട്ടെടുപ്പ് ഫലം ഇന്ത്യൻ സമയം രാത്രി 11:30 കറുപ്പോ വെളുപ്പോ പുകയായി ഉയരും. ഒന്നാം ദിനത്തിലെ വോട്ടുകൾ നേടുന്നവർ പിയാദ്രെ പെരോളിൻ, അന്റോണിയോ ലൂയി ഡാഗ്ലെ, പീറ്റർ ടക്സൺ, പീറ്റർ യെർദോ, മരിയ സുപ്പി എന്നിവരാകുമെന്നാണ് പൊതുവിലയിരുത്തൽ. RDX റാപ്പ് ന്യൂസ് മലയാളം. വലിയ ഇടയനെ കണ്ടെത്താനുള്ള നടപടിക്രമങ്ങൾക്ക് നാളെ തുടക്കമാവുകയാണ്. ഇന്ത്യൻ സമയം വൈകിട്ട് 7 മണിയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമാവുക. ആദ്യം സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ കർദിനാൾമാർ കുർബാന അർപ്പിക്കും. ശേഷം സെന്റ് പോൾ ദേവാലയത്തിൽ കർദിനാൾമാർ സമ്മേളിക്കും. അതിനുശേഷം എല്ലാവരും പ്രദക്ഷിണമായി സിസ്റ്റൈൻ ചാപ്പലിൽ പ്രവേശിക്കും. കോൺക്ലേവ് സിസ്റ്റൈൻ ചാപ്പലിലാണ് നടക്കുക. ബൈബിളിൽ കൈവച്ച് കോൺക്ലേവ് രഹസ്യങ്ങൾ പരസ്യമാക്കില്ല എന്ന് കർദിനാൾമാർ സത്യപ്രതിജ്ഞ ചെയ്യും. വോട്ടവകാശമില്ലാത്തവർ ചാപ്പലിന് പുറത്തു പോകണമെന്നും വാതിലുകൾ പൂട്ടി മുദ്ര വയ്ക്കണമെന്നും ചട്ടമുണ്ട്. ഇത്തവണ വോട്ടവകാശം ഇല്ലാത്ത ഒരു കർദിനാൾ കോൺക്ലേവിൽ പങ്കെടുക്കും എന്ന അപൂർവതയുണ്ട്. 90 വയസ്സുള്ള കപ്പുച്ചിൻ സന്യാസ സഭാ അംഗമായ കർദിനാൾ റാനിയേറോ കാൻഡലമെസയ ആണ് പങ്കെടുക്കുക. കോൺക്ലേവിൽ ആരെല്ലാമാണ് പങ്കെടുക്കുന്നതെന്ന് നോക്കാം. ഇത്തവണത്തെ കോൺക്ലേവിൽ വോട്ടവകാശമുള്ളത് 135 കർദിനാൾമാർക്കാണ്. ഇതിൽ 2 കർദിനാൾമാർ കോൺക്ലേവിൽ പങ്കെടുക്കുന്നില്ല. മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാനുള്ള 2/3 ഭൂരിപക്ഷം 89 വോട്ടാണ്. ഏറ്റവും കൂടുതൽ പുതിയ കർദിനാൾമാർ പങ്കെടുക്കുന്ന കോൺക്ലേവാണിത്. പുതിയ 110 കർദിനാൾമാരെയും നിയമിച്ചത് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. ഏറ്റവും കൂടുതൽ കർദിനാൾമാർ പങ്കെടുക്കുന്ന കോൺക്ലേവും ഇതുതന്നെയാണ്. ഇതുവരെ പട്ടികയിൽ ഇടം പിടിക്കാതിരുന്ന 15 രാജ്യങ്ങളിൽ നിന്ന് പ്രാതിനിധ്യമുണ്ട്. ഏറ്റവും കൂടുതൽ കർദിനാൾമാർ യൂറോപ്പിൽ നിന്നാണ്. 53 പേരാണ് യൂറോപ്പിൽ നിന്ന് പങ്കെടുക്കുന്നത്. അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്ന് 37 പേർ, ഏഷ്യയിൽ നിന്ന് 23 പേർ, ആഫ്രിക്കയിൽ നിന്ന് 18 പേർ, ഓഷ്യാനോ മേഖലയിൽ നിന്ന് 4 പേർ. വരാനിരിക്കുന്ന പാപ്പയുടെ നിലപാട് എന്തായിരിക്കുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. പാപ്പ സ്ഥാനത്തേക്ക് നിരീക്ഷകരും മാധ്യമങ്ങളും ഉയർത്തിക്കാട്ടുന്നത് 15 പേരെയാണ്. കോൺക്ലേവിൽ യാഥാസ്ഥിതിക നിലപാടുകാർക്ക് ഇക്കുറി മുൻതൂക്കമില്ല. യാഥാസ്ഥിതിക നിലപാടുകാരായ കർദിനാൾമാർ ഇക്കുറി 51 പേർ മാത്രമാണ്. പുരോഗമനവാദികൾ 62 പേരുമുണ്ട്. ഇരുചേരിയിലും പെടാത്ത 25 പേരുമുണ്ട്. പരിഷ്കരണവാദികൾക്ക് മുൻതൂക്കമുണ്ട്. പക്ഷേ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ എല്ലാ പരിഷ്കരണങ്ങളോടും ഈ കർദിനാൾമാർക്കെല്ലാം യോജിപ്പില്ല എന്നുള്ളതും വസ്തുതയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ എല്ലാ പരിഷ്കരണങ്ങളോടും യോജിച്ചത് 17 പേർ മാത്രമാണ്. വനിതാ പൗരോഹിത്യത്തിൽ പുരോഗമനവാദികളിൽ പലർക്കും എതിർപ്പുമുണ്ട്. സ്വവർഗ വിവാഹ നിലപാടിലും എതിർപ്പുണ്ട്. ഈ സാഹചര്യം മുതലെടുക്കാൻ യാഥാസ്ഥിതിക പക്ഷത്തിന്റെ തീരുമാനമുണ്ട്. യാഥാസ്ഥിതിക പക്ഷത്തെ പ്രമുഖരാരൊക്കെയാണെന്ന് നോക്കാം. പീറ്റർ യെർദോ, പീറ്റർ ടർക്സൺ, ബുർക്ക് മുള്ളർ എന്നിങ്ങനെ നീളുന്നു യാഥാസ്ഥിതികരുടെ പട്ടിക. വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി പിയാദ്രെ പെരോളിൻ എല്ലാ കർദിനാൾമാർക്കും പരിചിതനാണ്. മറ്റൊരാൾ വിശ്വാസ തിരുസംഘത്തിന്റെ തലവൻ, ഏഷ്യയിൽ നിന്നുള്ള കർദിനാൾ ലൂയിസ് ഡാഗ്ലെ. ഏറ്റവും വലിയ പ്രശ്നം കോൺക്ലേവിലെ കർദിനാൾമാർ മിക്കവർക്കും പരസ്പരം അറിയില്ല എന്നതാണ്. പുരോഗമന പക്ഷത്തെ പ്രമുഖരാരൊക്കെയാണെന്ന് നോക്കാം. പിയാദ്രെ പെരോളിൻ നേരത്തെ പറഞ്ഞല്ലോ, അദ്ദേഹം പുരോഗമന പക്ഷത്തെ പ്രമുഖനാണ്. ലൂയി ടാഗ്ലെയുണ്ട്, മാരിയോ സൂപ്പിയുണ്ട്, ജീൻ മാർക്ക് ഔലിൻ എന്നിവരുണ്ട്. ഇവർക്കൊക്കെ സാധ്യത കൽപ്പിക്കപ്പെടുന്നു. നിഷ്പക്ഷരായ ചിലർക്കും സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്. അതാരൊക്കെയാണെന്ന് നോക്കാം. ജെറുസലേം ലത്തീൻ പാത്രിയാർക്കീസ്, ഇറ്റലിയിൽ നിന്നുള്ള പിയർ ബിസ്റ്റ പിസബെല്ല,
അതുപോലെ കോൺക്ലേവിലെ നിർണായക സാന്നിധ്യം അതൊക്കെയാണെന്ന് നോക്കാം. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കോൺക്ലേവിലെ ഇടപെടൽ വലിയ ചർച്ചയാകുന്നുണ്ട് ഇക്കുറി. അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൗതുകം. ഇതിൻ്റെ വലിയ ഉദാഹരണം കോൺക്ലേവിലെ കർദിനാൾ റാനിയേറോ കാൻഡലമെസയുടെ സാന്നിധ്യമാണ്. 3 മുൻ മാർപ്പാപ്പമാരുടെ ധ്യാന പ്രാസംഗികനായിരുന്നു കർദിനാൾ റാനിയേറോ കാൻഡലമെസ. ജോൺ പോൾ രണ്ടാമൻ, ബെനഡിക്റ്റ് 16 ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നിവരുടെ ധ്യാന പ്രാസംഗികനായിരുന്നു. പ്രോട്ടോകോൾ പ്രകാരം മാർപ്പാപ്പയോട് സുവിശേഷം പ്രസംഗിക്കാനുള്ള അവകാശം ഈ സ്ഥാനം വഹിക്കുന്ന ആൾക്ക് മാത്രമാണ്. റാനിയേറോ കർദിനാളാക്കി ഉയർത്തിയത് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. എന്നാൽ 90 വയസ്സിന് മുകളിൽ പ്രായമുള്ള കർദിനാൾ റാനിയേറോ കാൻഡലമെസയ്ക്ക് വോട്ടവകാശമില്ല. 1988 പ്രസിദ്ധീകരിച്ച ഇദ്ദേഹത്തിൻ്റെ പുസ്തകം ദ മിസ്റ്ററി ഓഫ് ക്രിസ്മസ് വലിയ വിവാദമായിരുന്നു. കത്തോലിക്ക സഭയുടെ നേതൃത്വം ഇസ്രായേലിന് കൈമാറണമെന്നാണ് റാനിയേറോയുടെ നിലപാട്. മാർപ്പാപ്പ സ്ഥാനം അടക്കം വഹിക്കേണ്ടതും സഭയെ നയിക്കേണ്ടതും ഇസ്രായേൽ വംശജരാണ് എന്ന വിവാദ നിലപാടുള്ള ആളാണ് ഈ ധ്യാനഗുരുവായി ഇത്തവണ വരുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. സനീഷ്, ഏറെ കൗതുകമുള്ള ചില കാര്യങ്ങളാണ്. അതായത് ഈ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഇടപെടലടക്കം ഈ വിഷയത്തിൽ ഉണ്ടാകുന്നു എന്നുള്ള കൗതുകകരമായ വിവരം. അതായത് അങ്ങനെ ആ നിലപാടുള്ള ആളാണ് ഇക്കുറി അവിടെ ഇവരെ ധ്യാനത്തിലേക്ക് നയിക്കാൻ വേണ്ടി, ഈ കർദിനാൾമാരെ ധ്യാനത്തിലേക്ക് നയിക്കാൻ വേണ്ടി എത്തേണ്ടത്. അതിൽ ഞാൻ മനസ്സിലാക്കിയ ചില വിവരങ്ങൾ, നമ്മൾ അനിൽ ജോർജിനോടൊക്കെ കൂടുതൽ സംസാരിച്ച് മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ, അവർ അതായത് ഈ ഗുരുവായി വരുന്ന ഇദ്ദേഹത്തിൻ്റെ റാനിയേറോയുടെ സുദീർഘമായ ഒരു പ്രസംഗം ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ അതായത് സ്വാഭാവികമായ വിശ്വാസ പ്രമാണത്തിലൂന്നിയ ഒരു പ്രസംഗത്തിന് ശേഷമാണ് നേരിട്ട് വോട്ടെടുപ്പിലേക്കൊക്കെ കടക്കാൻ പോവുക ഇവരെല്ലാം. അപ്പോൾ ആ പ്രസംഗം അടക്കം ഇവരെ സ്വാധീനിക്കും. കാരണം പരസ്പരം അറിയാത്ത ആളുകളാണ് ഇതിൽ ബഹുഭൂരിപക്ഷം കർദിനാൾമാരും. അതൊക്കെ വലിയ കൗതുകമാണല്ലോ. പലർക്കും പരസ്പരം അറിയില്ല. അപ്പോൾ ആ പ്രാർത്ഥനയ്ക്കൊടുവിൽ ഇവരിൽ ഉണ്ടാകുന്ന ഒരു ഉണർവ്, ഇവരിലുണ്ടാകുന്ന ഒരു വിശ്വാസ തീക്ഷ്ണത, അതിൻ്റെ എല്ലാം തുടർച്ചയിലാണ് ഈ വോട്ടെടുപ്പിലേക്ക് പോകുന്നത്. അപ്പോൾ അതൊരു കൗതുകമുള്ള സംഗതിയാണല്ലേ? നിശ്ചയമായിട്ടും വളരെ വലിയ കൗതുകമുള്ള. അതായത് ഇപ്പോൾ ലോകത്ത് ജീവിച്ചിരിക്കുന്ന സകല മനുഷ്യരും, അതായത് ചെറിയ കുട്ടികളൊഴികെ ബുദ്ധിയിലേക്ക് വികാസം പ്രാപിച്ചിരിക്കുന്ന മനുഷ്യരെന്ന് പൂർണ്ണാർത്ഥത്തിൽ വിളിക്കാവുന്ന, മുതിർന്നവരെന്ന് വിളിക്കാവുന്ന എല്ലാ മനുഷ്യരുടെയും ആണും പെണ്ണും അല്ലാത്തവരുമായിട്ടുള്ള സകല മനുഷ്യരുടെയും ഏറ്റവും വലിയ കൗതുകമാകേണ്ടുന്ന ഒരു സംഭവമാണ് നാളെ മുതൽ നടക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ ഈ പ്രോഗ്രാം കാർഡിയക്സ് ഒക്കെ കാണുന്ന ആളുകൾ, നമ്മുടെ ബുള്ളറ്റിൻ കാണുന്ന ആളുകൾ നാളെ മുതൽ ടി വിയുടെ മുമ്പിൽ കൃത്യമായിട്ടിരുന്ന് ഈ കാര്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കണമെന്നാണ് ഞാൻ പറയുക. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കത്തോലിക്ക സഭ എന്ന് വെച്ചാൽ ചരിത്രത്തിലൊരു മഹാസംഭവമാണ്. അതായത് ചരിത്രത്തിലെയും ലോകത്തെയും മനുഷ്യരാശിയുടെ ഈ ചരിത്രത്തിലെയും ലോകത്തിലെയും ഏറ്റവും വലിയ മനുഷ്യ കൂട്ടായ്മകളിൽ ഒന്നാണ് യഥാർത്ഥത്തിൽ കത്തോലിക്ക സഭ. അതെന്തുകൊണ്ടാണ് വലുതാകുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം, 240 കോടി അംഗങ്ങളുള്ള വിശ്വാസികളുള്ള ക്രിസ്ത്യാനിറ്റിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ മതം, ഏറ്റവും കൂടുതൽ വിശ്വാസികളുള്ളത്. നമ്മുടെ ലോകം മനുഷ്യർ മതങ്ങളായിട്ട് പിരിഞ്ഞാണല്ലോ ഉള്ളത്. അതിലേറ്റവും വലിയ മതം 240 കോടി അംഗങ്ങളുള്ള ലോകത്തെ ഏറ്റവും വലിയ മതമാണ് ക്രിസ്ത്യൻ മതം. അതിനകത്ത് തന്നെ 140 കോടി മനുഷ്യർ കത്തോലിക്ക സഭയ്ക്ക് കീഴിലാണ്. 140 കോടി മനുഷ്യർ ലോകത്തിൻ്റെ സകല മൂലകളിലും ഇവരെല്ലായിടത്തും ഉണ്ട്. ഈ കത്തോലിക്ക സഭ എന്ന് വെച്ചാൽ എന്താണ്? ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം മനുഷ്യർ എഴുതപ്പെട്ടതും എഴുതപ്പെട്ടാലാത്ത ചരിത്രമുള്ള ഒരു സംഭവമാണ്, ഒരു കൂട്ടായ്മയാണ് കത്തോലിക്ക സഭ. 2000 വർഷത്തിൽ ആദ്യത്തെ കാലങ്ങളിലൊന്നുമുള്ള രേഖയില്ലെങ്കിലും കുറച്ച് കാലം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ രേഖാപരമായിട്ട് തന്നെ എഴുതപ്പെട്ട ചരിത്രമുള്ള ഒരു മഹാസംഭവമാണ് കത്തോലിക്ക സഭ. നമ്മുടെ നാട്ടിൽ എന്തൊക്കെ ഗ്രൂപ്പുകളുണ്ട്? നമ്മൾ 10ാം ക്ലാസ് പഠിക്കുമ്പോഴുള്ള ആളുകളുടെ ഗ്രൂപ്പുണ്ട്, ജിമ്മിൽ പോകുമ്പോൾ ജിമ്മിലെ ആളുകളുടെ ഗ്രൂപ്പുണ്ട്, ബ്യൂട്ടി പാർലർ ഗ്രൂപ്പുകളുണ്ട്, കുടുംബശ്രീ ഉണ്ട്, രാഷ്ട്രീയ പാർട്ടികളുണ്ട്, CPM, CPI, കോൺഗ്രസ് എല്ലാവരും ഉണ്ട്. അങ്ങനെ മത സംഘടനകളുണ്ട്, അമ്പല കമ്മിറ്റികളുണ്ട്. അങ്ങനെ മനുഷ്യർ കൂട്ടായിട്ടാണ് ജീവിക്കുന്നത്. അങ്ങനെ ജീവിക്കുന്ന കൂട്ടായുള്ള സംഭവങ്ങളിൽ ഏറ്റവും വലിയ കൂട്ടം എന്ന് പറയാവുന്ന ഒരു സംഗതിയാണ് ഈ കത്തോലിക്ക സഭ. ആ കത്തോലിക്ക സഭ അതിൻ്റെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള പദവിയിലേക്ക് ആളെ തിരഞ്ഞെടുക്കുക. അതെങ്ങനെയാണ്? 12,000 കൊല്ലം പഴക്കം എന്ന് വെച്ചാൽ 2000 നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള അതേ രീതികളിലാണ് ഇത് തിരഞ്ഞെടുക്കുന്നത്. വലിയ കൗതുകമാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഈ മനുഷ്യർ ചെന്ന് തൊടുകയാണ് 2000 വർഷമുള്ള ഒരു ചരിത്ര സംഭവത്തെ ചെന്ന് തൊടുകയാണ് മനസ്സുകൊണ്ടെങ്കിലും എന്നുള്ള പ്രാധാന്യമാണ് ഇതിനുള്ളത്. ഇതിൽ തന്നെ എന്താണ്, ഇപ്പോൾ 2013 ഫ്രാൻസിസ് മാർപ്പാപ്പയെ സെലക്ട് ചെയ്ത് തിരഞ്ഞെടുത്ത് അദ്ദേഹം മാർപ്പാപ്പയായി മാറി. എന്ന് വെച്ചാൽ 2013 കഴിഞ്ഞ് ഇത്രയും കൊല്ലത്തിന് ശേഷമാണ് ഈ ഒരു പ്രോസസ്സ് രണ്ടാമതായിട്ട് നടക്കുന്നത്. ഈ കാലത്തിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഇങ്ങനെ വരികയും ലോകത്തെ എല്ലാ അർത്ഥത്തിലും നമ്മൾ നിമിഷങ്ങളോളം അപ്ഡേറ്റ് ചെയ്യുന്നത് ഈ ഫോണിലേക്കായതിനു ശേഷമുള്ള ആദ്യത്തെ മാർപ്പാപ്പ തെരഞ്ഞെടുപ്പാണ്. എന്ന് വെച്ചാൽ അതിപുരാതനമായിട്ടുള്ളൊരു സംഭവം, പ്രോസസ്സ് ഏറ്റവും ആധുനികമായ സംവിധാനങ്ങളിലൂടെ നമ്മൾ അറിയാൻ പോവുകയാണ്. പുക പൊങ്ങുന്നത് കറുത്തതോ വെളുത്തതോ നമ്മൾ ഫോണിലാണ് അറിയാൻ പോകുന്നത്. അപ്പോൾ ഇത്രക്ക് വലിയ കൗതുകമുള്ള ഒരു ചരിത്ര സംഭവത്തിനാണ് നമ്മൾ നാളെ മുതൽ സാക്ഷ്യം വഹിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, മാർപ്പാപ്പ ആരാണ്,
മാർപ്പാപ്പി ആരാകും, അവരുടെ രാഷ്ട്രീയം എന്താണ് എന്നതുപോലെ തന്നെ പ്രധാനമാണ് ഇതിനുള്ള മറ്റ് കൗതുകങ്ങൾ കൂടെ എന്നത്. പിന്നെ യാഥാസ്ഥിതികർ, പുരോഗമനവാദികൾ, രണ്ടിലും പെടാത്തവർ എന്നിങ്ങനെ ലോകത്തിലെ സകലമായ കൂട്ടായ്മകളിലും ഈ പറഞ്ഞ പരിപാടികളുണ്ട്. അതായത് കുറേ ആൾ യാഥാസ്ഥികരായിരിക്കും, കുറേ ആൾ പുരോഗമനവാദികളായിരിക്കും, കുറേ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ നിൽക്കുന്നവരുണ്ടാവും. അപ്പോൾ ഈ മനുഷ്യരെവിടെ 4 ആൾ അല്ലെങ്കിൽ 2 ആൾ ഇരിക്കുന്നുണ്ട്, 2 അഭിപ്രായമുണ്ട് അല്ലെങ്കിൽ 3 അഭിപ്രായമുണ്ട് എന്ന് പറയുന്ന മനുഷ്യർ 2 3 ആളിൽ ഇരിക്കുമ്പോൾ തന്നെ ഗ്രൂപ്പായിട്ട് നമ്മൾ നേരത്തെ കോൺഗ്രസിനെ പറ്റി ചർച്ച ചെയ്തല്ലോ. അപ്പോൾ അങ്ങനെ വരുന്നത് പോലെ പല രാഷ്ട്രീയാഭിപ്രായങ്ങളുള്ള, എന്നാൽ ലോകത്തിൻ്റെ മുന്നോട്ട് പോക്കിനെ, ഈ യുദ്ധങ്ങളൊക്കെ നടക്കുന്ന കാലത്ത് മുന്നോട്ട് പോക്കിനെ സ്വാധീനിക്കുന്ന വിധത്തിൽ വലിയ രാഷ്ട്രീയ ശേഷിയുള്ള, അവരാരും രാഷ്ട്രീയക്കാരല്ല, മതത്തിൻ്റെ ആത്മീയ നേതാക്കളാണ്, പക്ഷേ രാഷ്ട്രീയ ശേഷി തന്നെയുമുള്ള കുറേ ആളുകൾ കൂടിച്ചേർന്നിരിക്കുകയാണ്. അതിസൂക്ഷ്മമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നല്ലോണം ഈ ന്യൂസ് മലയാളത്തിലൂടെ തന്നെ കാണണമെന്നാണ് ഞാൻ ഈ ഘട്ടത്തിൽ എല്ലാവരോടും പറയുക. അനിൽ ജോർജ് ഗംഭീരമായിട്ടാണ് ഈ കാര്യങ്ങൾ ഇത്രയും നേരം പറഞ്ഞ പ്രാധാന്യമുള്ള ഈ കാര്യത്തെ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ തീർച്ചയായും അതിൽ എനിക്ക് ഇത്തവണത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കാലം ചർച്ച ചെയ്യുന്ന കുറേ വിഷയങ്ങൾ സനീഷ് നേരത്തെ പറഞ്ഞല്ലോ, ഈ പരിഷ്കരണവാദികളും പാരമ്പര്യവാദികളും തമ്മിലുള്ള ഒരു നേർക്കുനേർ ഇടപാട്, അത് ആദ്യമായിരിക്കും ഈ നിലയ്ക്ക് സഭയിൽ സംഭവിക്കുന്നത് തന്നെ. സഭയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഒരു കോൺക്ലേവ് ഇത്തവണത്തേതാണ് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. ഇവർക്ക് പരസ്പരം അറിയില്ല എന്നുള്ളതറിയാം. പിന്നെ ഈ പോപ്പ് ഫ്രാൻസിസിൻ്റെ സാന്നിധ്യം, കാരണം അത് അദൃശ്യമായ ഒരു സാന്നിധ്യമായി അവിടെയുണ്ട്. കാരണം 80% പേരെയും തിരഞ്ഞെടുത്തിരിക്കുന്നത് പോപ്പ് ഫ്രാൻസിസ് ആണ് എന്നുള്ളതുണ്ട്. പിന്നെ ലോകം ഇത്രമേൽ സ്നേഹിച്ച, അംഗീകരിച്ച ഒരു പോപ്പ് സമീപകാല ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള പ്രത്യേകതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ കാലത്തെങ്ങും ഇല്ലാത്തവണ്ണം എനിക്ക് തോന്നുന്ന ഈ ജോലി തുടങ്ങിയതിന് ശേഷം ഞാൻ കാണുന്നത് പോപ്പ് ബെനഡിക്റ്റിൻ്റെ തിരഞ്ഞെടുപ്പാണ്. നമ്മളിങ്ങനെ കാത്തിരുന്നിട്ട് കറുത്ത പുക വെളുത്ത പുക കാത്തിരിക്കുന്നത്, കൗതുകകരമായി കാത്തിരിക്കുന്നത്, ആ കാത്തിരിപ്പിനേക്കാളൊക്കെ കൂടുതൽ ലോകം കാത്തിരിക്കുന്നത് ഈ പുതിയ പോപ്പ് ആരായിരിക്കും, ഈ പിന്തുടർച്ച എങ്ങനെയായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കാനായിരിക്കും. കാരണം ചെറിയ കാര്യങ്ങളൊന്നുമില്ല. ഈ പറയുന്നത് പോലെ സ്ത്രീകളുടെ പങ്ക്, പരിസ്ഥിതി സംരക്ഷണം, LGBTQ അവകാശങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അതായത് സമൂഹത്തെ ലിബറൽ സ്പേസ് ചർച്ച ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സഭയ്ക്കുള്ളിൽ ഏറ്റവും യാഥാസ്ഥിതികമായ ചട്ടക്കൂടുള്ള സഭയ്ക്കുള്ളിൽ ചർച്ച ചെയ്യുകയും അതിൽ ആ വാദങ്ങൾക്ക് പലപ്പോഴും മേൽക്കൈ നേടാൻ കഴിയുകയും അത് നടപ്പാക്കിയെടുക്കാൻ കഴിയുകയും ഒക്കെ ചെയ്തയാളാണ് പോപ്പ് ഫ്രാൻസിസ്. അതുകൊണ്ട് ആ കൗതുകകരമായ കാര്യങ്ങളുണ്ട്. അത് മാത്രമല്ല, തനിക്ക് നേരത്തെ പറഞ്ഞാൽ ഈ കറുത്ത പുക വെളുത്ത പുക എന്നുള്ള കൗതുകത്തിനപ്പുറത്ത് ഈ പാപ്പൽ മോതിരം നശിപ്പിക്കൽ എന്നുള്ള പരിപാടിയുണ്ട്. അങ്ങനെയൊക്കെയുള്ള കുറേ ചടങ്ങുകളുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് കാത്തിരുന്ന് ഒരുമിച്ചിരുന്ന് കാണാം എന്നുള്ളതാണ് ഇപ്പോൾ പറയാനുള്ളത്. സനീഷ് നേരത്തെ പറഞ്ഞതുപോലെ അത് വിശദമായ റിപ്പോർട്ടായിരിക്കും ന്യൂസ് മലയാളത്തിൻ്റേത്. ഏറ്റവും ആദ്യം ആ വിവരങ്ങൾ ഞങ്ങൾ നൽകുകയും ചെയ്യും. സിസ്റ്റൈൻ ചാപ്പലിൻ്റെ മേൽക്കൂരയിലെ ചിമ്മിനിയിൽ നിന്ന് വെളുത്ത പുക ഉയരുന്നത് ഉറ്റുനോക്കിയിരിക്കുകയാണ് ലോകം. ശേഷം സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മട്ടുപ്പാവിൽ നിന്ന് ഉയരുന്ന ഈ വാക്കുകൾ ചത്വരത്തിൽ പ്രതിധ്വനിക്കും. ഹാബേമൂസ് പാപ്പാം, ഇതാ നമുക്കൊരു മാർപ്പാപ്പ ഉണ്ടായിരിക്കുന്നു എന്നാണ് ഇതിനർത്ഥം. 137 കോടി അംഗങ്ങളുള്ള മഹാപ്രസ്ഥാനത്തിൻ്റെ വലിയ ഇടയനെ തിരഞ്ഞെടുക്കുന്ന മഹാപ്രക്രിയ സഭാവിശ്വാസികൾക്ക് മാത്രമല്ല, ലോകരാഷ്ട്രീയം ശ്രദ്ധിക്കുന്നവർക്കും അതിൽ ഇടപെടുന്നവർക്കും താല്പര്യമുള്ളവർക്കും എല്ലാം താല്പര്യമുള്ള സംഗതിയാണ്. നടപ്പിലുണ്ടായിരുന്ന കീഴ്വഴക്കങ്ങൾ ലംഘിച്ച് രഹസ്യ വോട്ടെടുപ്പിന് തൊട്ടു മുൻപ് കർദിനാൾമാർ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ധ്യാനപ്രാസംഗികൻ്റെ റോളിലേക്ക് വിരമിച്ച കർദിനാൾ റാനിയേറോ കാൻഡമെല്ലസയെ നിയമിച്ചതിൽ തുടങ്ങുന്നുണ്ട് പുതിയ പാപ്പാ തെരഞ്ഞെടുപ്പിലെ അസാധാരണത്വം. മാറുന്ന ലോകത്തിനൊപ്പം സാമൂഹിക പരിവർത്തനത്തിൻ്റെ മഹാചക്രവാളത്തിലേക്ക് സഭയെ നയിച്ച ഫ്രാൻസിസ് പാപ്പയ്ക്ക് അതേ വഴിയിൽ തുടർച്ചയുണ്ടാകട്ടെ എന്ന് RDX ആഗ്രഹിക്കുന്നു. വിശക്കുന്നവർക്കും വിയർക്കുന്നവർക്കും സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും വൃദ്ധർക്കും ഭിന്നശേഷിക്കാർക്കും ലൈംഗിക ന്യൂനപക്ഷങ്ങൾക്കും എല്ലാ തൊലിനിറക്കാർക്കും പിന്നെ മതനിരപേക്ഷതയ്ക്കും ലോക സമാധാനത്തിനും നല്ല ഭൂമിക്കുമൊക്കെ വേണ്ടി നിലകൊണ്ട ആ മഹാസ്നേഹത്തിന് തുടർച്ചയുണ്ടാവട്ടെ. RDX അടുത്ത വിഷയത്തിലേക്ക്.